എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടാരോട്ട് കാർഡ് റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. തിരിച്ചു വരുന്നു ആ വ്യക്തി നിങ്ങളിലേക്ക് എന്നാണ് നമ്മൾ ഇതിൻ്റെ ടോപ്പിക്ക്. ആ വിഷയത്തെക്കുറിച്ചാണ് നാം നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, റെസനേറ്റ് ആവുന്നവരെടുക്കുക. പക്ഷേ ഇത് ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടാലും ഇത് നിങ്ങൾക്ക് കാണുന്ന മാത്രയിൽ ബാധകമാകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ള കാർഡുകളാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പക്ഷേ നിങ്ങളിൽ പലർക്കും ഇത് കൃത്യമായി റെസനേറ്റ് ആകും. കാരണം അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം വരുന്നത്. തിരിച്ചു വരുന്നു ആ വ്യക്തി നിങ്ങളിലേക്ക് ഉള്ളതിനാണ് നമ്മളിലേക്ക് പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാർഡ് തന്നെ പറയുന്നത് തിരിച്ചു വരവ് തന്നെയാണ്. തിരിച്ചു വരാതിരിക്കാൻ കഴിയില്ല. മനസ്സ് അത്രത്തോളം നിങ്ങളിലേക്ക് ഇഴകിച്ചേർന്നൊരു വ്യക്തിയാണ്. കുറച്ച് ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു, കുറേ സംഭവവികാസങ്ങളുണ്ടായി. പക്ഷെ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർ വിജയിച്ചു എന്ന് പറഞ്ഞു. കാരണം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ അകറ്റി അവർക്ക് വിജയിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായ ആൾക്കാരുണ്ട്. അവർ വിചാരിച്ചു ഇപ്പോൾ വലിയ വിജയം തങ്ങൾക്ക് വന്നിരിക്കുന്നു, നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും മാറ്റിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആശ്വസിച്ച് നിൽക്കുമ്പോഴാണ് മറ്റൊരു യാഥാർത്ഥ്യ വ്യക്തി അറിയുന്നത്. ഈ പിരിയൽ തന്നെ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവവികാസം ഉണ്ടായത് നിങ്ങളുടെ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കാനായിട്ടാണ്. യൂണിവേഴ്സ് നിങ്ങളെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പിരിയൽ തന്നെ ഉണ്ടായത്. അതായത് നിങ്ങളുടെ പരസ്പര ഇഷ്ടത്തെ ദൃഢമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മണ്ടന്മാരും വണ്ടികളുമായിട്ടുള്ള നിങ്ങളുടെ ശത്രുക്കൾ വിചാരിച്ചു ഇപ്പോൾ എല്ലാം കഴിയും, നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകരും. അങ്ങനെയൊന്നുമില്ല. ദൃഢമായ ഒരു ബന്ധത്തിലേക്ക് അത് വഴി നയിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. ജീവിതത്തിൽ നിങ്ങളും ആ വ്യക്തിയും നിയർ ഫ്യൂച്ചറിൽ വളരെ അടുത്ത് തന്നെ ഒന്നായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഈശ്വരൻ അതിനെ അനുഗ്രഹിക്കട്ടെ. കാരണം അകന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായ ദുഃഖം നിങ്ങൾക്കേ അറിയൂ. അകലുമ്പോഴുള്ള ദുഃഖം അടുക്കുമ്പോഴുള്ള അവസ്ഥയിൽ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് അനുഭവിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത്ര മാനസികമായിട്ടുള്ള ഉരുക്കങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു. ഹൃദയം ഉരുകിക്കഴിഞ്ഞാൽ തീയും പുകയും ഒക്കെ വരുന്നതിനേക്കാൾ രൂക്ഷമായ ഒരവസ്ഥയാണ്. വേദനിച്ചു, വിരഹം. സന്നിഗ്ധ ഘട്ടങ്ങളിൽ പലതിലും ആ വ്യക്തി നിങ്ങളെ തനിച്ചാക്കി പോയപ്പോൾ നിങ്ങൾക്കുണ്ടായ ദുഃഖം, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നിങ്ങൾക്കിപ്പോൾ കഴിയുന്നില്ല. അത് മാറുന്നു, നിങ്ങൾ ഒന്നാകുന്നു, ദൃഢമാകുന്നു. ചിരിച്ചവർ കരയും, കരഞ്ഞവർ ചിരിക്കും എന്നുള്ള അവസ്ഥയാണ്. നിങ്ങൾ അകന്നു പോയപ്പോൾ, നിങ്ങളുടെ വ്യക്തി അകന്നു പോയപ്പോൾ ചിരിച്ച ആളുകൾക്ക് ഇനി കരയേണ്ടി വരും. കാരണം കൂടുതൽ ദൃഢതയോടെയാണ് ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പോകുന്നത് യൂണിവേഴ്സ്. ശക്തമായിട്ട് നിൽക്കുക. പോസിറ്റീവ് എനർജി അങ്ങോട്ട് വരണം. കാരണം പോസിറ്റീവ് എനർജി ആവശ്യമാണ് ഇനി നിങ്ങൾക്ക്. ഇത്രയും കാലം അതിൽ നിന്ന് അകന്നു, ഇനി അത് വേണം. നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. അതായത് എന്തുകൊണ്ട് അകന്നു, എന്തുകൊണ്ട് അകൽച്ചയുണ്ടായി, അകൽച്ച എന്തിനായിരുന്നു? ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടിയാണ് അകൽച്ച വന്നതെന്ന് പറഞ്ഞു, നിങ്ങളെ ദൃഢമാക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അകന്നു നിന്ന സമയങ്ങൾ തീരെ മോശമായിരുന്നു. അകന്നു നിന്ന സമയം നിങ്ങൾക്ക് സന്തോഷിക്കാൻ, അടുക്കാനോ ഒക്കെ പറ്റിയതല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഭംഗിയായിരിക്കുന്നു. അകന്ന് നിന്ന സമയം അങ്ങനെ തന്നെ വേണമായിരുന്നു. ദാറ്റ് ഈസ് നോട്ട് എ റൈറ്റ് ടൈം. അത് നല്ല സമയമല്ലായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ദൂഷ്യ സമയത്തിൻ്റെ ആ ഒരു എഫക്റ്റ് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഉടൻ തന്നെ നല്ല സമയം നിങ്ങളിലേക്ക് സമാഗതമാകും, എത്തിച്ചേരും. നല്ല സമയങ്ങളിൽ ചില മാറി നിൽക്കലുകൾ ആവശ്യമാണ്. നമുക്ക് എല്ലാ സമയത്തെയും പോലെയല്ല. അത് വ്യക്തിബന്ധമായാലും ശരി, ജീവിതമാണെങ്കിലും ശരി, ചില മോശപ്പെട്ട സമയങ്ങളുണ്ട്. ആ സമയത്ത് തീരുമാനങ്ങൾ എടുക്കുക, ആ സമയത്ത് ബന്ധം ആയിട്ട് നിൽക്കുക, അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ നമ്മൾ ചില സമയത്ത് മൗനം നമുക്ക് വേണ്ടി വരും. ചില സമയത്ത് അകൽച്ചകൾ അനുഗ്രഹമായിട്ട് മാറും. അതായത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി തിരിച്ചു വരുന്നത്. കാരണം ഇടയിലൊരു ഇറങ്ങിപ്പോക്കുണ്ടായി, അല്ലെങ്കിൽ ഇടയിലൊരു പിണക്കമുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ആ തിരിച്ചുവരവ് അവിടെ പ്രസക്തമാക്കുന്നത്. പക്ഷേ ആ വ്യക്തി തിരിച്ചു വരും, കൂടുതൽ ദൃഢമായി തിരിച്ചു വരും. പിന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാം. അടുത്ത കാർഡ് പറയുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. പ്രതിസന്ധിയുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ചേ പോകും.
നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തി അകന്നു പോയപ്പോൾ നിങ്ങൾക്കുണ്ടായ വിഷമം, നിങ്ങൾക്കുണ്ടായ ദുഃഖം, മനസ്സ് ഉരുകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയോ, ഭൂമി നിങ്ങളെ തനിച്ചാക്കിയിരിക്കുന്നു, ഭൂമിയിൽ നിങ്ങൾ പുറത്താക്കപ്പെട്ടുവോ, അങ്ങനെ ഇത്യാദി ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ മനസ്സ് വേദനിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താണ് കാര്യം? ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. കാരണം എന്താണ്, ആ വ്യക്തി വരുന്നു, ഉടൻ തന്നെ ആ വ്യക്തി വരുന്നു, നിങ്ങൾ ഒരുമിച്ച് പോകുന്നു, നിങ്ങൾക്ക് ഒരേ ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നു. ഒരാൾ പറഞ്ഞാൽ മതി, മറ്റയാൾ കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന അവസ്ഥ. അത്രത്തോളം അകന്ന അവസ്ഥയിൽ നിന്നും വളരെ അടുപ്പിക്കുന്ന ഒരു യൂണിവേഴ്സ്. നിങ്ങളുടെ ഒരു സൗഭാഗ്യമാണത്. ജീവിതത്തിൽ ആ സന്തോഷവും സൗഭാഗ്യവും തകരാതിരിക്കട്ടെ. ജീവിതത്തിൽ ആ സന്തോഷവും സൗഭാഗ്യവും മായാതിരിക്കട്ടെ. കാരണം നിങ്ങളെ സംബന്ധിച്ച് അത് ആവശ്യമാണ്. ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്നു. ആ വ്യക്തി നിങ്ങളത്ര സ്നേഹിക്കുന്നു, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അത്ര ഇഷ്ടമാണ്. ശത്രുക്കളായിട്ടുള്ള ആളുകൾ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നു. അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ വ്യക്തി വരാതിരിക്കാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കില്ല. നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സന്തോഷം വളരെ ഭംഗിയായിട്ട് നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകളുണ്ടാവും. ഈശ്വരൻ ഒരു നഷ്ടത്തിൽ നിന്നുള്ള ഒരു കരകയറ്റൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകും. ഇന്നത്തെ കാർഡും അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. നഷ്ടപ്പെട്ടു, കണ്ടെത്തി. നഷ്ടപ്പെട്ടത് കണ്ടെത്തുമ്പോൾ വല്ലാത്ത ഒരു സൗഭാഗ്യമാണ്, സന്തോഷമാണ്. നമ്മുടെ കയ്യിൽ സ്ഥിരമായി ഉണ്ടായിരുന്നൊരു വസ്തു നമ്മളെവിടെ പോകുമ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ അത് നമ്മളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് നൽകുന്ന നന്മയെക്കുറിച്ച് നമ്മൾ മറന്നുപോകും. അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. കാരണം എന്താണ്, ആ വസ്തു അല്ലെങ്കിൽ ആ വ്യക്തി ആരും ആയിക്കൊള്ളട്ടെ നമ്മുടെ അടുത്തുണ്ട്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളെ അറിയിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മളറിയാതെ അത് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഓർമ്മ നമ്മളിലേക്ക് വരുന്നു, നഷ്ടപ്പെടുന്നു. നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സ്നേഹിച്ചിരുന്നൊരു വ്യക്തി, നിങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നൊരു വ്യക്തി, ആ വ്യക്തി നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ പിന്നെ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ആ വ്യക്തിയുടെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം ആ വ്യക്തി എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ട്. പക്ഷെ പെട്ടെന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നിങ്ങൾ ആ വ്യക്തി, ആ വസ്തു, ആ സാധനം, ആ ചിന്ത, അതിൻ്റെ ഗുണം അനുഭവിക്കുകയാണ്, അതിൻ്റെ വില അറിയുകയാണ്. നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് നിങ്ങൾ തേടി നടന്നു, കരഞ്ഞു പോയ നിമിഷങ്ങളുണ്ട്. ഓ, ഞാൻ സൂക്ഷിച്ചില്ലല്ലോ, ഞാൻ അതിനെ നന്നാക്കിയെടുത്തില്ലല്ലോ, എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചില്ലല്ലോ, എൻ്റെ ദൗത്യം ഞാൻ മറന്നുപോയല്ലോ. എത്രയോ ദുഃഖങ്ങളാണ്. ഒന്ന് കണ്ടെങ്കിൽ, ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് അറിഞ്ഞെങ്കിൽ, ഒന്ന് എൻ്റെ അടുത്ത് വന്നെങ്കിൽ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. ഞാൻ സാഷ്ടാംഗം നമിക്കുമായിരുന്നു, ഞാൻ അത് ചെയ്യുമായിരുന്നു, ഇത് ചെയ്യുമായിരുന്നു. പക്ഷെ എന്നേക്കുമായി നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു വരില്ല. ചില ആളുകൾ അതുപോലെയാണ്. നമുക്ക് ചില ബന്ധങ്ങൾ ഈശ്വരൻ കനിഞ്ഞ് നൽകും, നാം അത് വില വെക്കുന്നില്ല. കാരണം എന്താ, നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈശ്വരൻ നമുക്ക് അറിഞ്ഞൊരു സാധനം തന്നതാണ്. നമ്മൾ ചോദിച്ചിട്ട് പോലുമല്ല. ഈശ്വരൻ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി അവൻ അല്ലെങ്കിൽ അവൾക്കൊരു നന്മ കൊടുക്കണം. അവർ നല്ല മനസ്സിൻ്റെ ഉടമകളാണ്. അങ്ങനെ ഒരു നന്മ ഈശ്വരൻ നമുക്ക് തന്നു. ഈശ്വരൻ തന്നപ്പോൾ ഒരു വിലയും നമ്മൾ കൽപ്പിക്കാതെ അതിനെ വേദനിപ്പിച്ചു, അതിനെ ഉപയോഗിച്ചില്ല, അതിന് നന്മ ചെയ്തില്ല, അതിനെ സംരക്ഷിച്ചില്ല. അങ്ങനെ അത് നഷ്ടപ്പെട്ടപ്പോൾ, വ്യക്തിയാണെങ്കിൽ നമ്മളോട് പിരിഞ്ഞ് പോയപ്പോൾ ആ മനസ്സിലുണ്ടായ ദുഃഖം അത് മറക്കാൻ കഴിയുന്നതല്ല, അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ പശ്ചാത്തപിക്കുമായിരിക്കും അതിന് പേരിൽ. അങ്ങനെ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നൊരവസ്ഥയിലാണ് നിങ്ങളുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് നഷ്ടപ്പെടുത്തുകയും നിങ്ങളത് തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നു. ബന്ധമായിക്കൊള്ളട്ടെ, എന്ത് കാര്യമായിക്കൊള്ളട്ടെ, നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നു. അതിൻ്റെ നേട്ടം നിങ്ങളുടെ മനസ്സിൽ ലഭിക്കും.
നിങ്ങളുടെ മനസ്സിൽ ശാന്തിയായിട്ട് ലഭിക്കും, സമാധാനമായിട്ട് ലഭിക്കും. പിന്നീടുള്ള സ്നേഹം കലവറകളില്ലാതെ, പരിധികളില്ലാതെ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകും. കാരണം ആ വ്യക്തി ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. നല്ല സമയമാണ് ജീവിതത്തിൽ, പെർഫെക്റ്റ് ടൈമിങ്. ജീവിതത്തിൽ ഇനി ഒന്നും ഭയപ്പെടണ്ട. ഇനിയെല്ലാം ഈശ്വരൻ നോക്കിക്കോളൂ. ഈശ്വരൻ അത്ര നിങ്ങൾക്ക് നന്മ ചെയ്യും. നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈശ്വരൻ നന്ദി കാണിച്ചുകൊണ്ട്, ഈശ്വരൻ നിങ്ങളോടുള്ള കടപ്പാട്, ഈശ്വരനൊരിക്കലും അങ്ങനെ നിങ്ങളോട് കടപ്പാട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ, നിങ്ങളുടെ പ്രവൃത്തികൾ കാരണം യൂണിവേഴ്സ് നിങ്ങൾക്കൊരു അനുഗ്രഹം നൽകിയിരിക്കുന്നു. അതാണ് ഈ പെർഫെക്റ്റ് ടൈമാണ്, ഏറ്റവും നല്ല സമയം. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ നോക്കൂ, ഈ കാർഡുകളുടെ അവസാന 3 കാർഡുകൾ നോക്കൂ. 4ാമത്തെ കാർഡ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് മുതലുള്ള കാർഡുകൾ നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്നൊരു കാര്യം വ്യക്തമാണ്. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുകയും ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ ഒരുമിച്ച് കാണുമ്പോൾ, ധനം, കരിയർ, പ്രൊഫഷൻ, കല, സാഹിത്യം, സാമൂഹികം, ഏത് മേഖലയിലായിക്കോട്ടെ നിങ്ങൾക്ക് ഊർജവും ധൈര്യവും തിരിച്ചു കിട്ടുന്നു. കാരണം ആ വ്യക്തി നിങ്ങൾ അത്രയും ഡിപ്പെൻഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു അല്ലലില്ലാതെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ വലിയ ശക്തിയോടെ നിങ്ങൾക്ക് പോകാൻ കഴിയും. ജീവിതത്തിൽ നാനാതുറകളിൽ പെർഫെക്റ്റ് ടൈമാണ്. കുടുംബം, ജീവിതം, സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ എല്ലാത്തിലും പെർഫെക്റ്റായിട്ട് വരികയാണ്. അവസാന കാർഡുകൾ ഏറ്റവും പോസിറ്റീവായിട്ട് വരികയാണ്. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുക മുതൽ, പെർഫെക്റ്റ് ടൈം മുതൽ കാർഡുകൾ പിന്നീടൊക്കെ പ്രണയത്തെയും നിങ്ങളുടെ വിജയത്തെയും നന്മയെയും സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു പ്രത്യേക കാലഘട്ടം വരെ ദുഃഖം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് ജീവിതം ഏറ്റവും പെർഫെക്റ്റായിട്ട് പോകുന്നു. പെർഫെക്റ്റ് ടൈമിന് ഒരുപാട് അർത്ഥമുണ്ട്. ഏറ്റവും നല്ല സമയം ജീവിതത്തിലേക്ക് സമാഗതമാകാൻ പോകുന്നു. പോസിറ്റീവായിട്ട് നിൽക്കുക, ദുഃഖം വേണ്ട. കാർഡ് പറയുന്നത് അതാണ്. ടാരോട്ട് കാർഡ് റീഡിങ്ങിൻ്റെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത ഈ ഒരു കാർഡുകൾ പറയുന്നതാണ്. അടുത്തതിലേക്ക് നമുക്ക് പോകാം. ലൈറ്റ്. ജീവിതത്തിൽ വെളിച്ചം വീശുകയാണ്. ഇരുട്ടിനെ കളഞ്ഞുകൊണ്ട് നന്മ കുടിയിരുത്തിക്കൊണ്ട് നന്മ വരികയാണ്, വെളിച്ചം വരികയാണ്. അവിടെ അന്ധകാരത്തിൻ്റെ നിഗൂഢതയില്ല, അന്ധകാരത്തിൻ്റെ നഷ്ടബോധമില്ല, നിരാശയില്ല, ചതിയില്ല, വഞ്ചനയില്ല. വെളിച്ചം മാത്രം. നന്മയുടെ, വികസനത്തിൻ്റെ, നന്മയുടെ, മുന്നേറ്റത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ വെളിച്ചമാണ് ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. കൂടുതലൊന്നും പറയാനില്ല. ജീവിതം ഭദ്രമാകട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രധാനപ്പെട്ടതാകട്ടെ. ആ വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, വെളിച്ചം വീശിക്കൊണ്ട് വരുന്നു. പ്രണയം കൊണ്ടാണ് വരുന്നത്, റൊമാൻസാണ്. അവിടെ മരണം വരെ പ്രണയിച്ച് ജീവിക്കാൻ, പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് ഈശ്വരൻ ശക്തി നൽകുന്നു, നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്നു. മരണത്തിൻ്റെ അവസാനം വരെ സന്തോഷിച്ച്, ചിരിച്ച്, കളിച്ച്, നന്മ ചൊരിഞ്ഞ് പരസ്പരം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറി പ്രണയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ലഭിക്കുന്നു. നന്മ നിറഞ്ഞ പ്രണയം, സൗഹൃദമായ അന്തരീക്ഷം എല്ലാം നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്നു. പോസിറ്റീവ് എനർജിയോടെ നിലനിൽക്കുക. ഇന്നത്തെ കാർഡ് റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾക്ക് പ്രചോദനം നിങ്ങളുടെ പിന്തുണയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.